ആലപ്പുഴ പള്ളിപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ വീട്ടമ്മയുടേതെന്ന് സംശയിക്കുന്നു. വിവരങ്ങൾ നൽകാനായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഇത് ആരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കിയോ? ഈ കാണാതായ സ്ത്രീയുടേതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതിരമ്പുഴ കോട്ടമുറി ഭാഗം കാക്കനാട്ടുകാലയിൽ വീട്ടിൽ ജെയിൻ മാത്യു 48 വയസ്സുള്ള ജെയിൻ മാത്യു എന്ന ജെയിനമ്മയെ കഴിഞ്ഞ ഡിസംബർ 23 കാണാതാകുന്നത്. ഇവർ ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിനും മറ്റും പോകുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയതാകാം എന്നുള്ളതാണ് വീട്ടുകാർ ആദ്യം സംശയിച്ചത്. പിന്നീട് ഇവരെ തിരിച്ചു വരാത്തത് കൊണ്ട് 28-ാം തീയതി ആ മാസം ഡിസംബർ അവസാനത്തോടുകൂടി ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഏറ്റുമാനൂർ പോലീസ് അന്വേഷിച്ചെങ്കിലും ഇവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്നാണ് അന്വേഷണം കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുമായിട്ട് അടുപ്പമുണ്ടെന്ന് കരുതുന്ന സെബാസ്റ്റ്യൻ എന്ന ആളുടെ വീട്ടിന്റെ സമീപത്ത് ഇവരുടെ മൊബൈൽ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടുന്നത്. അങ്ങനെ പോലീസ് നടത്തിയ ഒരു തിരച്ചിലിൽ ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ചില സാധനങ്ങൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഇത് അല്പസമയത്തിനകം തന്നെ കോട്ടയത്തേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സെബാസ്റ്റ്യൻ എന്നുള്ള ആള് ബിന്ദു പത്മനാഭൻ എന്നുള്ള ഒരു യുവതി, ചേർത്തല സ്വദേശിയായ ബിന്ദു പത്മനാഭൻ എന്നുള്ള സ്വദേശിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിലുള്ള ആളാണ്. ഒരു പക്ഷേ ഇയാളുമായി ഏതെങ്കിലും കേസിന് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത് ജെയിൻ മാത്യുവിന്റെ തന്നെ മൃതദേഹമാണോ എന്ന് നിലവിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. DNA പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇത് ജെയിൻ മാത്യുവിന്റെ മൃതദേഹമാണോ എന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. പോലീസ് നിലവിൽ സംശയിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ 48 വയസ്സുള്ള ജെയിനമ്മ എന്നുള്ള ജെയിൻ മാത്യുവിന്റെ മൃതദേഹമാണ് എന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. കാരണം മൃതദേഹം അഴുകിയതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇത് കോട്ടയം അതിരമ്പുഴയിൽ നിന്ന് കാണാതായ ജെയിൻ മാത്യുവിന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാനാകുകയുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു വലിയൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു സംശയം പോലീസിന് അല്ലെങ്കിൽ ഒരു ഉറപ്പ് പോലീസിനുള്ളത് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തി അത്ര ഒരു നല്ല പശ്ചാത്തലമുള്ള ആളുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളാണ്. ചേർത്തല സ്വദേശിനിയായ ബിന്ദു പത്മനാഭനെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നിലവിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജെയിനമ്മയുടേതാണ് എന്നാണ് സംശയം.